It's a boy. It's a boy. അപ്പൊ നമ്മള് കേക്ക് മുറിച്ചിട്ടാണ് അടിപൊളി കേക്ക് സർപ്രൈസ് തന്നത്. രാഹുൽ Thank you, ചേട്ടനും thank you, thank you so രാഹുൽ much. ചേട്ടനും ജിൻസി രാഹുൽ ചേട്ടനും ജിൻസി നമുക്ക് നല്ല അടിപൊളി കേക്ക് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. It's a boy. അങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. ഇനി ബാക്ക് ടു തിരുവന. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഹാപ്പി ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം ഇവിടെ മിസ് ചെയ്തിട്ടുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യണം. അടിയിൽ തുടച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തു. വേസ്റ്റ് നമ്മൾ കവറിലാക്കി വെച്ചു. ജെൻഡർ റിവീൽ കഴിഞ്ഞു. ഇറ്റ്സ് എ ബോയ്. ഇത് ഓർഗനൈസ് ചെയ്ത ജിൻസിക്കും രാഹുലിനും വളരെയധികം നന്ദി. പോവാ. സൂപ്പർ പോൾ 2 ആ മതില്ല എന്നാല് ആണോ? അല്ല അപ്പക്ക് വേണോ? ഗ്രിൽ ചിക്കൻ വേണോ? വേണ്ട വേണ്ട, നോക്കിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഒരു ഗ്രില്ലും വേണം, നമുക്ക് എല്ലാവരും സൈഡ് കാണാം. ഒരു ഗ്രിൽ. ഓക്കെ. നോ സലാഡ്. No salad. पोले एको पोले सरे के जी. Okay. Po. എന്നാ വേണ്ട. നോ നോ Okay, നോ no. നോ 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 നോ. No hay salad, no hay. എന്നാ സാലഡ് പറഞ്ഞു. Okay. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, നമുക്കാണെങ്കിൽ ഇവരുടെ ഭാഷ അറിയില്ല. അപ്പൊ നമ്മള് ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇനി വരുമ്പോ അറിയാം എന്താ സാധനം എന്നുള്ളത്. ചോറൊക്കെ കഴിക്കാൻ പാടില്ല. Mix salad. ഇതിപ്പോ ഒരു ചീസ് ഇല്ലാത്ത സാലഡ് ഏതാണ്? Mix salad. ഞാനിവിടെ ട്രാൻസ്ലേറ്ററിൽ Salad? ഫ്രൈഡ് ലിവർ. They don't eat. Okay. Price? Okay. Okay. Muhammad ya po ma. Success. താങ്ക് യു. Yes. Success. Okay. Okay. ആക്ഷൻ വിൽ വർക്ക്. സാലഡ് വന്നു. Fresh. ഓറഞ്ച് ജ്യൂസ്. നല്ല പുതിയ. ഫ്രഷ് ആണ്. നല്ല ഒലിവ്. ആണോ? സൂപ്പർ. നല്ല രസമുണ്ട്. കുറച്ചും കൂടി ആയിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പുളി ഒഴിച്ചാലോ? അതുപോലെ പെപ്പർ തന്നെ. നൈസ് ബ്രെഡാന്നാണ് ഹാപ്പി പറയുന്നത്. ബ്രെഡും സൂപ്പും. ഓ, ബ്രെഡ് സൂപ്പിന് മുക്കി കഴിക്കണോ? അത് ശരി. അതിന് സൂപ്പിനോട് ബ്രെഡ് കൊണ്ടുവന്നല്ലേ അവർ? എൻ്റെ അടുത്തത് ഉണ്ട് ഓടിയാലും കുഴപ്പമില്ല. വേറെ അടിപൊളി ലാമ്പിൻ്റെ ലിവർ. അവരിപ്പോൾ ട്രഡീഷണലാണ് പറഞ്ഞത്. താങ്ക് യു. പെപ്പർ കിട്ടുന്നല്ലേ? ജസ്റ്റ് ഒന്ന് വിത്തൗട്ട് റഫ് റോ ആയിട്ട് ഇഷ്ടം. ജ്യൂസ് വരെ ഒന്നും കഴിക്കണം. ഞാൻ കഴിക്കുക. കറക്റ്റ് പച്ച ലിവർ. മീൻസ് മസാല ഒന്നും ഇല്ലാത്തില്ല, അത് വെച്ചിട്ട്. ഓ, ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, കറക്റ്റ് ലിവറിന് ടേസ്റ്റ് ഉണ്ട്. ഉപ്പുണ്ട് ഓൾറെഡി. ഉപ്പുണ്ട് കറക്റ്റ്. ലിവറിൻ്റെ കറക്റ്റ് ലിവറിന് എന്താ ടേസ്റ്റ് പറഞ്ഞില്ല.
ഇല്ല, നല്ല ബട്ടറിൽ സോട്ട് ഇടാം. നല്ല മണമൊക്കെ ഉണ്ട്. Thank you. താങ്ക് യു. ഇതാണ് സംഭവം. ഇത് വേണ്ടല്ലോ എനിക്ക് പ്ലേറ്റ് ഇല്ല. അതവര് കൊണ്ടുപോകുന്ന വേറെ പ്ലേറ്റ് വിളമ്പി കൊടുക്കാം. മീൻ റൈസിന് ചിക്കൻ്റെ ഒരു ഫ്ലേവർ മണം വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം കഴിക്കണ്ട, ഞാൻ കഴിക്കാം. അങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇത് നമ്മളെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരാനയിലേക്ക് വിടാണ്. നമുക്ക് ഇവിടെ നിന്നൊരു 3.5 മണിക്കൂറിൻ്റെ ഒരു ഡ്രൈവ് കാണിക്കുന്നുണ്ട്. 5 മണിക്കാണ് ഡ്രോപ്പ് ഓഫ് പറഞ്ഞിട്ടുള്ളത് വണ്ടീൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ 5 മണിക്ക് അവിടെ എത്തുന്നു. നമ്മളവിടുത്തെ ആൾക്കാരോട് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആവും, കാരണം മഴയുണ്ടെന്ന്. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പയ്യെ പോവാന്ന് വിചാരിക്കണം. പിന്നെന്താ, പിന്നെ ഇന്നങ്ങനെ ഇനി പ്രത്യേകിച്ച് കവർ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം നമുക്ക് സമയമില്ല. അപ്പം അത്രേ ഉള്ളൂ. പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്ചർ ചെയ്യാം. കാരണം ഇന്ന് രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ് തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് ലൂട്ടിലേക്ക്. രാത്രി 11 സംതിങ്ങിന്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചെക്കിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് വിസെയറാണ് നമുക്ക് പെർ ഹെഡ് വന്നിട്ടുള്ളത് ലൈക്ക് 15 pounds ആണ് ടിക്കറ്റ് ചാർജ് നമുക്ക് വന്നിട്ടുള്ളത്. അതാണ് മെയിൻ റീസൺ നമ്മൾ ശരിക്കും അൽബേനിയക്ക് വരാനായിട്ടുള്ള കാരണം ടിക്കറ്റ് ചാർജ് ഭയങ്കര കുറവാണ്. ഒറ്റ ബാഗ്, എക്സ്ട്രാ ലഗേജ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്ട്രാ പൈസയാവും. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു ബാഗ്, നമ്മുടെ സാധാ ഒരു ബാക്ക് പാക്ക് മാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടേ ആവുള്ളൂ ഇപ്പോൾ കേട്ടോ. ഇനി ചിലപ്പോൾ സീസൺ അനുസരിച്ചിട്ട് ആ പ്രൈസിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ, ഇതുപോലെ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് റേറ്റ് നമുക്ക് ആയിട്ടുമില്ല. അപ്പം നമ്മളിവിടെ സെറാൻഡിൽ നിന്നത് 2 നൈറ്റാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് 2 ദിവസത്തിനും കൂടി ആയത് 117 pound. പിന്നെ മറ്റേ ഫസ്റ്റ് നമ്മൾ നിന്ന അക്കോമഡേഷൻ വൈറ്റ് ക്രൗണിൽ അതെത്രയായിരുന്നു? 47 സംതിങ്, 50 pound അതിനുള്ളിൽ ആയിട്ടുള്ളൂ. അത് പക്ഷെ ഒറ്റ നൈറ്റായിരുന്നു, പക്ഷെ എന്നാലും നല്ല അക്കോമഡേഷൻ ആയിരുന്നു അത്. അപ്പം അതാണ് പ്രൈസിൻ്റെ ഒരു ഇൻഫർമേഷൻ. പിന്നിപ്പോൾ എന്തൊട്ടാ പറയാനുള്ളത് നമ്മുടെ ട്രിപ്പിൻ്റെ? പിന്നെ വണ്ടി നമ്മൾ രണ്ടിനാണ് എടുത്തത്. ഇത് എന്ത് വണ്ടിയത്? ഹോണ്ടയാണോ ഹുണ്ടായിയാണോ? ഹുണ്ടായി. അതില് എന്താണ് മോഡല്? നാട്ടിലെ വേറെ പോലത്തെ ഇവിടെ ആക്സെന്റ് എന്ന് പറയണം. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അതുപോലെ തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ മിനി സെറ്റാക്കി ഓടിക്കാനുണ്ടാകുന്നു, കുഴപ്പമൊന്നും ഇല്ലാണ്ട്. ഫസ്റ്റ് ടൈം നമ്മൾ വണ്ടി എടുത്തപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം മൊത്തം ഓപ്പോസിറ്റ് ആണല്ലോ നമ്മൾ ഓടിക്കുന്നത്. ഇപ്പോൾ സൈഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടാണെന്ന് ഈ സൈഡ്, ആ സൈഡ് തന്നെ പിന്നെ ഓക്കെ പ്രശ്നമില്ല. പിന്നെ എന്ന് പറയണത് റെന്റിന് ഞങ്ങൾ എടുത്തത് ശരിക്കും VIP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് ത്രൂ ആണ്. അത് നമുക്കറിയില്ല അത് ഏജന്റ് ആണെന്നൊന്നും. നമ്മൾ സ്കൈ സ്കാനറിൽ നോക്കി, സ്കൈ സ്കാനറിൽ കൂടെ ഒരു റെന്റൽ കാർസിന്റെ സൈറ്റിലേക്ക് പോയി, VIP കാർസ് പോയി. അതിലൂടെ ഇവിടത്തെ സർപ്രൈസ് അത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സർപ്രൈസ് എന്ന് അവർ പറയണു. അപ്പോൾ ഇൻഷുറൻസിന്റെ ആണ് മെയിൻ മറ്റേ VIP-ന്റെ സംഭവക്കാർ ചെയ്യണത്. നമ്മളിവിടെ വന്നപ്പോൾ
അവർ പറഞ്ഞു ഡെപ്പോസിറ്റ് കൊടുക്കണം. അതൊരു നല്ലൊരു വലിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചോദിച്ചു. കാരണം VIP ത്രൂ നമ്മൾ ബുക്ക് ചെയ്ത കാരണം, ഈ ഇൻഷുറൻസ് ബുക്ക് ചെയ്ത കാരണം അതെത്ര ഒരു 900 പൗണ്ട്സിന്റെ അടുത്ത് അവർ ഡെപ്പോസിറ്റ് ചോദിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് ഡൗട്ടായി, കാരണം അത്ര ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല, ഇൻ കേസ് ആക്സിഡന്റ് ഒക്കെ വന്നാൽ കവർ ചെയ്യണമെങ്കിൽ VIP-ലെ വിളിച്ച് നമുക്ക് സംസാരിക്കാം. അതെ, ഇവര് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ എടുത്ത സർപ്രൈസുകാര് ആ എമൗണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത ആ ഒരു എമൗണ്ട് അവരെടുത്തിട്ട് പിന്നെ നമ്മളത് ക്ലെയിം ചെയ്യണം. അത് നമ്മൾ VIP-ന്റെ അവിടെ പോയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യണം. അപ്പം നമുക്ക് ഒരു ഇതായിട്ട് തോന്നിയില്ല, കാരണം എത്ര സമയം എടുക്കും, കാരണം നമ്മൾ എന്തായാലും തിരിച്ചു പോകേണ്ടതാണ്, നമുക്ക് അതിന് വേണ്ടി ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വേറൊരു ഓപ്ഷൻ തന്നു. വേറെ 2 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഒന്ന്, ഒരു എക്സ്ട്രാ ഒരു ഇൻഷുറൻസും കൂടിയും അവരുടെ ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 400 പൗണ്ടോ 200 പൗണ്ടോ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്താൽ 200 പൗണ്ട്സ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് അങ്ങനെ അതാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് കാറ് വേണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ മറ്റേ തന്നെ ചൂസ് ചെയ്തത് 200 പൗണ്ട് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് 60 പൗണ്ടും കൂടെ കൊടുത്തിട്ട് ഇൻഷുറൻസ് ചെയ്തു 3 ദിവസത്തേക്ക്. എന്നിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് എമൗണ്ട് 950 കൊടുക്കേണ്ട 950 പൗണ്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 200 ആക്കി കുറച്ചു. കാരണം അവരെന്നെ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കാർ ഇവിടെ ലീവ് ചെയ്ത് പോയാൽ മതി, അവരത് തന്നെ റെഡി ചെയ്യും. ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുന്ന ആൾക്കാർ ഏജൻസി ത്രൂ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും റെന്റൽ കാർസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ചോദിക്കും, റെന്റേ കാർ വേണോ എന്ന് പറഞ്ഞിട്ട്. എയർപോർട്ടിന്റെ ടെർമിനൽ തന്നെയാണ് എല്ലാ റെന്റൽ കാർസിന്റെ ഓഫീസ് വരുന്നത്. അപ്പൊ അതും ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരണമെന്നൊന്നുമില്ല. അക്കോമഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരണം എന്നായിരിക്കും നല്ലത്. കാരണം ആ ഒരു ടൈമിൽ നിന്നിട്ട് നമ്മൾ പിന്നെ അക്കോമഡേഷൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിം കാർഡ് ബെസ്റ്റ് ഓപ്ഷൻ സിം എടുക്കുന്നതാണ്. ഒരു പാസ്പോർട്ടിന്റെ കോപ്പി എടുത്ത സിം കിട്ടും. അതിൽ ഒരു റീചാർജ് ചെയ്യാം. ടോട്ടൽ 20 പൗണ്ട് റീചാർജ് ചെയ്താൽ മറ്റൊരു ജില്ലയിൽ ഓൾ ഓവർ ട്രിപ്പ്. കാരണം നമുക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്തായാലും വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടില്ലല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് മൊബൈൽ ഡാറ്റേൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം റീചാർജ് ചെയ്യണതായിരിക്കും നല്ലത്. ഞാൻ വേറെ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ കൺവേർട്ട് ചെയ്ത് വെച്ചാൽ റോമിങ് എടുത്തിട്ട് വരാം, പാക്ക് എടുത്തിട്ട് വരാം. പക്ഷെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഭയങ്കര ചാർജാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള സിം എടുത്തത്. 2 നല്ല നെറ്റ്വർക്ക് ഉണ്ട്. നമ്മളിപ്പോ വന്ന സ്ഥലം സരാൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഹിൽ ഏരിയ ആ ഒരു ഇതാണ്. പക്ഷെ എന്നാലും നല്ല കവറേജ് ഉണ്ട് എല്ലായിടത്തും. ഇത് വരാട്ടോ, വോഡഫോണും 1 മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വോഡഫോൺ നല്ല ചാർജ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ 1 എടുത്തു. അങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു സിം എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് എടുത്തു എയർപോർട്ടിൽ നിന്ന്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമുക്ക് ടെതർ ചെയ്യാൻ പറ്റണില്ല, ഹോട്ട്സ്പോട്ടിന്റെ കുറച്ച് കണക്ഷൻ ഇഷ്യൂസ് വന്നു. അപ്പം അത് കാരണം നമ്മൾ ഒരു സിമ്മും കൂടി എടുത്തു. അത് നമ്മൾ പോണ വഴി തിരാനേന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഇനിയിപ്പോൾ കയറാൻ പോണത് ഒരു ടണലാണ്. ഈ മല തുരന്ന് ഉണ്ടാക്കിയിട്ടുള്ള ടണല്. നമ്മൾ വന്നപ്പോഴും ഇതിൽ കൂടെ തന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഉഷാറൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അപ്പം അത് കാരണം തിരിച്ചു പോകുമ്പോൾ എടുക്കണം. ഇത് ഒരറ്റം തുടങ്ങി കുറച്ച് ദൂരം ഉണ്ടല്ലേ അങ്ങോട്ടേക്ക്. അതെവിടെയും കണ്ടതായിട്ട് ഓർക്കണം കേട്ടോ. നമുക്ക് എന്തൊരു സ്ഥലേ, കളറ് ഇളക്കിയ പോലെ, കളറ് ഇളക്കിയ പോലെ. നൈസ്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു പച്ചയും നീലയും പോലത്തെ, പച്ച നീലത്തേക്ക് ഒരു കളറാണ് ടർക്കോയ്സോ, ടർക്കോയ്സ് കളർ.
ഇതാണ് നമ്മളുടെ വണ്ടി. സൂര്യൻ, മലനിരകൾ, റോഡ്, ഞങ്ങൾ. ഒരു കട്ടൻ കാപ്പി വേണല്ലേ? വേണ്ട. പോരെ, ഒന്ന് കുടിച്ചെന്റെ മാറിയില്ലല്ലോ. നമ്മളപ്പോ തിരിച്ച് പോവാണ് ഗൈസ്. തിരിച്ച് വന്നോടത്തേക്ക് തന്നെ പോവാണ്. പോണ വഴിക്ക് നമ്മള് ഇവിടത്തെ തിരിച്ചു കൊടുത്തു. കാറ് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തു. അവർ ഇൻസ്പെക്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. സ്വൈപ്പ് ചെയ്തു. ഒരു ഫൈൻ കിട്ടി. എവിടെ ഫോട്ടോ ഒന്നുമില്ല. ഒരു ഇന്റർനെറ്റിലെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു പാർക്കിങ്ങിന്റെ ഫൈൻ. ബാഡ് പാർക്കിംഗ് 1000 ലക്ക്. ഇപ്പൊ അടയ്ക്കുകയാണെങ്കിൽ 500 ലക്ക്. അപ്പൊ അത് അവർ അടച്ചിട്ട് റെസിപ്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. നല്ല സർവീസ് ആയിരുന്നു അവര്. നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. കാറിന്റെ ഡീറ്റെയിൽസും ഹാപ്പി കൊടുക്കൂല. ഹാപ്പി നല്ല അടിപൊളി സർവീസ്. ഞങ്ങള് പറഞ്ഞ സമയത്തിനെക്കാളും കുറച്ച് ലേറ്റ് ആയി. പക്ഷെ അവര് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എക്സ്റ്റെൻഡ് ആയതിനു ശേഷം ഈ സമയം എക്സ്റ്റെൻഡ് ആയപ്പോഴും അവരൊന്നും പറഞ്ഞില്ല. അവര് കുഴപ്പമില്ല, നിങ്ങൾ സേഫ് ആയിട്ട് എത്തിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അടിപൊളി സർവീസ് ഇല്ല. അടുത്ത ആൾക്ക് റെക്കമെൻഡ് ചെയ്യാം. സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞു. നമ്മളുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ആവേണ്ട സമയമായിട്ടുണ്ടോ? പക്ഷെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. പക്ഷേ ഇവർക്ക് ഡോക്യുമെൻറ്റ്സ് എന്ത് വെരിഫൈ ചെയ്യണം എന്നുള്ള കാരണം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ കിട്ടിയ സീറ്റ് 2 ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ സ്വിച്ച് ചെയ്തു. ഇവിടെ വന്നിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തൊട്ടപ്പുറത്ത് കിട്ടിയത് എനിക്ക് 10E എനിക്ക് 8F വരുന്നു. അപ്പം എൻ്റെ അടുത്ത് 10F വന്ന പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു. പിന്നെ ഒരുമിച്ചിരിക്കാൻ പറ്റി. അല്ല കുട്ടാ. Ladies and gentlemen, please take your seat and move along the aisle. Please do not block the aisle. There's other passengers waiting for you. We need to depart on time, so we once again ask you to take. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തിട്ട് വന്ന പോലെ തന്നെ തിരിച്ച് അവരെ വിളിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഷട്ടിൽ ഏർപ്പാടാക്കി തരും. എയർപോർട്ടിലോട്ടാണ് വിളിച്ചതിൽ. അതാണ് എയർപോർട്ടിലോട്ട്. അത് നമ്മൾ ബുക്ക് ചെയ്ത ആളുടെ പേരാണത്. അവരുടെ സൈറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വണ്ടി കിട്ടും. അതേപോലെ തന്നെ വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് 2 hours ഡ്രൈവ് ഉണ്ട് സൗത്താംപ്ടൺ. ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നേരെ സൗത്താംപ്ടൺ ഡ്രൈവ്. ബൈ.